ഗായ്സ്, ഇന്ന് നമുക്ക് നമ്മളുടെ വീട്ടിൻ്റെ പുറത്തുള്ള വിശേഷങ്ങൾ നമുക്ക് നോക്കാം. നമ്മളിന്ന് ചെയ്യുന്നത് ഔട്ട്ഡോർ ട്രിപ്പാണ്. സൂപ്പർ മാർക്കറ്റിലാണ് നമ്മൾ ആദ്യമായിട്ട് പോയത്. അമ്മാമ്മയാണ് ഇവിടെ പോയി ഓരോ സാധനങ്ങൾ വാങ്ങുന്നത്. ഒരുപാട് സാധനങ്ങൾ വാങ്ങാനുള്ളത് കൊണ്ട് തന്നെ അമ്മാമ്മ ലിസ്റ്റ് എഴുതിക്കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ പല സാധനങ്ങളും വാങ്ങാനുള്ളത് കൊണ്ട് തന്നെ നമ്മളവിടെ കവർ വെച്ചിട്ട് വന്നു. അതുള്ളത് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കണക്കൊക്കെ അമ്മമ്മയ്ക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് കുറച്ച് ആവശ്യത്തിനുള്ള പൈസയും കൊടുത്ത് ഒരു കവറും കൂടെ ഇട്ടിട്ട് നമ്മൾ എമർജൻസി ആയിട്ട് നമ്മളൊരു ആട്ടോയിൽ കയറി പോവാണ്. നമ്മൾ ധൃതിപ്പെട്ട് പോയത് അമ്മാമ്മയെ കാണിക്കാൻ ആശുപത്രിയിലാണ് പോയത്. അപ്പോൾ അമ്മാമ്മ കയ്യിലിരുന്ന സഞ്ചിയൊക്കെ വച്ചിട്ട് അമ്മാമ്മയാണെങ്കിൽ ചെക്ക് ചെയ്യാൻ പോയിട്ടുണ്ട്. അമ്മാമ്മയാണ് ഒറ്റയ്ക്ക് പോകുന്നത്. നമ്മളാണെങ്കിൽ ഇവിടെ വെളിയിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ പോയിരിക്കുന്നത് അവിടുത്തെ OP ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അമ്മമ്മയുടെ പേരും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് OP ടിക്കറ്റ് വാങ്ങിച്ചിട്ട് വേണം അകത്ത് പ്രഷറും ഷുഗറും ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അമ്മാമ്മയാണെങ്കിൽ ആ തുണ്ടും കൊണ്ട് അകത്ത് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. അവിടെ പല പല ആളുകൾ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഹോസ്പിറ്റലിൻ്റെ പേര് എന്ന് പറയുന്നത് മുക്കോല ഗവൺമെൻറ് ആശുപത്രിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മിക്ക ഇവിടുത്തെ ആൾക്കാരും ഇവിടെയാണ് പോകുന്നത്. ഇവിടെ നല്ല മെഡിസിൻസ് കിട്ടാറുണ്ട്. അതുമല്ലാതെ വെളിയിൽ നിന്ന് വാങ്ങാനുള്ള മെഡിസിൻസൊക്കെ നല്ലതുപോലെ എഴുതി തരും. അങ്ങനെ അമ്മാമ്മ ചെക്ക് ചെയ്തിട്ടൊക്കെ ചിരിച്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ വിചാരിച്ചു എല്ലാം കുറവായിരിക്കും, വേറെ ഒരു കുഴപ്പവും കാണില്ല എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ടാണ് വന്നത്. പിന്നെയാണ് ഒരു ബുക്ക് എടുത്ത് തന്നത്. അത് നോക്കിയപ്പം നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അമ്മാമ്മ ഒരു സന്തോഷത്തിൻ്റെ രഹസ്യം. അന്നത്തെക്കാട്ടിയും കൂടുതലാണ് ഷുഗറും പ്രഷറും ഒക്കെ. അപ്പോൾ ഇതാണ് അമ്മാമ്മയുടെ ആ ഒരു ചിരിയുടെ ഒരു രഹസ്യം. അപ്പോൾ ഇതുമല്ലാതെ ഒരു മാസം കഴിക്കേണ്ട ഗുളിക ഒത്തു കിട്ടിയിട്ടുണ്ട്. 4-5 സ്ലിപ്പുണ്ട്. ഞാൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് മതിയായി. 5 സ്ലിപ്പാണ് അവിടെ നിന്ന് തന്നത്. പിന്നെ വെളിയിൽ നിന്ന് കുറച്ച് മരുന്ന് വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മെഡിക്കൽ സ്റ്റോറിലാണ് പോയത്. ഇതൊരു കുഞ്ഞു മെഡിക്കൽ സ്റ്റോറാണ്. പിന്നെ അവിടെയാണെങ്കിൽ അയാൾ ചോദിച്ചിരുന്നു എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അയാൾ ചിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് മെഡിസിൻസൊക്കെ വാങ്ങുന്നുണ്ട്. അപ്പോൾ ഇവിടെ 2 പേരാണ് നിന്നത്. അപ്പോൾ അമ്മാമ്മ ആണെങ്കിൽ പൈസ കൊടുത്തിട്ട് മെഡിസിൻസൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുവാണ്. അതിനുശേഷം നമ്മൾ ധൃതി പിടിച്ച് പോകുന്നത് മാർക്കറ്റിലോട്ടാണ്. ആദ്യം തന്നെ നമുക്ക് മീനൊക്കെ കുറച്ചൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ പോയത് അവിടുത്തെ ഒരു വലിയ ചന്തയിലാണ്. അവിടെ ഒരുപാട് അമ്മച്ചിമാരും അതുപോലെ തന്നെ ചെറുപ്പമുള്ളവരും എല്ലാവരും ഓരോരോ സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഉള്ളവരെല്ലാം മിക്കവരും മീൻ വാങ്ങുന്നത് ഇവിടേക്കാണ്. ചിലർ വേറെ വേറെ സ്പെഷ്യൽ മീനൊക്കെ ആയിരിക്കും വിൽക്കുന്നത്. ചിലവർ ചാള, നെത്തോലി അതുപോലത്തെ സാധനങ്ങളായിരിക്കും. ഈ വഴി നീളെ ഫുള്ള് ഇതുപോലത്തെ മീനുകളാണ് വിൽക്കുന്നത്. മുക്കോല ആശുപത്രി വന്നതുകൊണ്ട് തന്നെ മുക്കാല ചന്തയിലാണ് നമ്മൾ കയറിയത്. പിന്നെ അവരവരുടെ ബഡ്ജറ്റിന് വേണ്ടിയിട്ടുള്ള പൈസന് വേണ്ടിയിട്ടുള്ള എല്ലാ തരം മീനുകളും ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നെത്തോലി എന്ന് പറയുന്നൊരു നെത്തോലി ഉണ്ടായിരുന്നു. അതായത് നെത്തോലീൻ്റെ വലിയൊരു സൈസ് ഉള്ളത്. പിന്നെ നമ്മൾ കുറേ ദിവസം കൊണ്ട് തേടിക്കൊണ്ട് കിടക്കുന്ന മീനായിരുന്നു അത്. പക്ഷേ ഇപ്പോഴാണ് നമ്മളുടെ കണ്ണിൽ പെട്ടത്. അപ്പോൾ തന്നെ എനിക്കും എൻ്റെ അമ്മാമ്മയ്ക്കും ഒക്കെ നമ്മളുടെ വീട്ടുകാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു നെത്തോലി. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അമ്മാമ്മ കുറച്ച് വാങ്ങിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കും വേണമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മാമ്മ ഒരു പൊതിയും കൂടെ ആ അമ്മച്ചി നമുക്ക് വാരി ഇട്ട് തരുന്നുണ്ട്. അതിന് ശേഷമാണ് അമ്മമ്മ പൈസ കൊടുക്കുന്നത്. ആ അമ്മച്ചി നമ്മളുടെ പൈസ വാങ്ങിച്ചിട്ട് ബാക്കി പൈസ അമ്മാമ്മയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ പോയത് ഒരു ചീര അവിടെ വിൽക്കുന്നത് കണ്ടു. അപ്പോൾ ആ ചീര വാങ്ങാൻ വേണ്ടി പോയി. അല്ലെങ്കിൽ നമുക്ക് മിക്കവാറും കിട്ടുന്നത് ഒരു ചുവന്ന ചീരയാണ്. ഇപ്പോൾ നമുക്ക് പച്ച ചീര തന്നെ കിട്ടിയിട്ടുണ്ട്. പാവപ്പെട്ട ഒരു അമ്മച്ചിയാണ് അവിടെ ചക്ക വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ടത് കണ്ടു. അപ്പോൾ അത് നമ്മൾ വാങ്ങിച്ചു. പിന്നെ അതിനുശേഷം അമ്മാമ്മ പോയപ്പോൾ അവിടെ ഒരു അച്ചാർ ഉണ്ടാക്കി വെച്ചിരുന്ന കണ്ടു. അമ്മച്ചി അടുത്ത് ഞാൻ ചോദിച്ചു നോക്കി ഇതെവിടെ നിന്നാണെന്ന്. അപ്പോൾ അമ്മച്ചി പറഞ്ഞു ഞാൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയതാണെന്ന്. അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റും. അത് കെമിക്കലൊന്നും ചേർക്കാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. പൈസയും കൊടുത്തു. അപ്പോൾ അതിൻ്റെ ബാക്കി പൈസയും കൊടുത്തിട്ടുണ്ട് അമ്മാമ്മയ്ക്ക്. ഇതിന് ശേഷം നമ്മൾ ധൃതിപ്പെട്ട് ഓടിയത് മലക്കറി വാങ്ങിക്കാനാണ്. അമ്മമ്മയാണെങ്കിൽ പയറും ബീട്രൂട്ടും ഒക്കെ വാങ്ങുന്നുണ്ട് കേട്ടോ. നമ്മളുടെ വീട്ടിലും കുറച്ച് മലക്കറിയൊക്കെ വാങ്ങാനുള്ളത് കൊണ്ട് തന്നെ നമ്മളും കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മളുടെ കിറ്റൊക്കെ ഏകദേശം നിറഞ്ഞു വന്നിട്ടുണ്ട്. ഇനിയും ഒരുപാട് സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങാനുണ്ട്.
അപ്പോഴമ്മമ്മ വാങ്ങിച്ച സാധനങ്ങൾക്കൊക്കെ പൈസ കൊടുത്തിട്ടുണ്ട്. ആ കടയിൽ നിന്ന് നമ്മൾ ഇറങ്ങിയപ്പോഴാണ് ഒരു പാവപ്പെട്ട ഒരു അപ്പൂപ്പനെ കണ്ടത്. അങ്ങനെ അപ്പൂപ്പൻ്റെ കയ്യിലുള്ള ഏകദേശം കുറച്ച് തേങ്ങയൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഒരു സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു തറയിലാണ് ആ അപ്പൂപ്പൻ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളാണെങ്കിൽ ആ തേങ്ങ വാങ്ങിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് പൈസ കൊടുക്കുന്നുണ്ട്. കണ്ടപ്പോൾ തന്നെ ഒരു പാവപ്പെട്ട അപ്പൂപ്പനെ പോലെ നമുക്ക് തോന്നി. അതിനുശേഷം അപ്പൂപ്പൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ തേങ്ങ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് വാങ്ങിച്ചപ്പം പിന്നെ നമ്മളുടെ വീട്ടിലത്തേക്ക് തികഞ്ഞില്ലാത്തതുകൊണ്ട് അപ്പുറത്ത് കുറച്ച് തേങ്ങ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ആൻറ്റീൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് ആ തേങ്ങ നമ്മൾ എടുത്ത് പൈസയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആട്ടോയിൽ വീട്ടിലോട്ട് പോകാമെന്ന് കരുതിയപ്പോഴാണ് അവിടെ ഒരു ലോട്ടറിക്കാരനെ കണ്ടത്. അവിടെ കുറച്ചൊക്കെ ഒരു ലോട്ടറി ഇരുന്നു. അങ്ങനെ നമ്മൾ ഒരു ലോട്ടറി എടുത്തിട്ട് പൈസയും കൊടുത്തു. അപ്പം തന്നെ നമ്മളുടെ നടയിൽ ഒരു ആട്ടോ വന്നിരുന്നു. പിന്നെ നമ്മളാണെങ്കിൽ ആട്ടോയിലോട്ട് കയറാൻ പോവുകയാണ്. ഞാൻ പിന്നെ ആട്ടയിലൊക്കെ കയറി. അപ്പോഴാണ് അമ്മമ്മ ഓർത്തത് നമ്മൾ മറ്റേ പലവ്യഞ്ജന കടയിലാണെങ്കിൽ സാധനത്തിന് കൊടുത്തിരുന്നു. പിന്നെ അവർ കവറും പൈസയൊക്കെ കൊടുത്തിരുന്നു. പിന്നെ അത് തിരിച്ചു പോയി വാങ്ങാൻ വേണ്ടിയിട്ട് അമ്മയെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അമ്മ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങുകയാണ്. പിന്നെ ആ സാധനങ്ങളൊക്കെ കൊണ്ട് ആട്ടോയ്ക്കകത്ത് വെച്ച് നമ്മൾ പിന്നെ അവിടെ നിന്ന് വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുപ്പുകൾ നടത്തി. അപ്പോൾ ഇത്രയും സാധനങ്ങളുണ്ട് കേട്ടോ നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ അമ്മമ്മയുടെയും അമ്മയുടെയും നടുക്കാണ് ഞാൻ ഇരുന്ന് വീഡിയോ എടുക്കുന്നത് കേട്ടോ. നമ്മൾ കുറേ സമയം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളുടെ വീടിൻ്റെ ഒരു സ്ഥലത്തെത്തി. പിന്നെ നമ്മൾ കുറേ ദൂരം കഴിഞ്ഞ് നമ്മളുടെ വീട്ടിലോട്ട് പോവുകയാണ്. പിന്നെ സ്ഥലം എത്തിയപ്പോൾ നമ്മളാണെങ്കിൽ ആട്ടോയിലെ ഡോറൊക്കെ തുറന്ന് ഞാനും അമ്മയും അമ്മാമ്മയും കൂടെ ചാടി ഇറങ്ങി. അതിനുശേഷം നമ്മൾ ഈ സാധനങ്ങളൊക്കെ എടുത്ത് പറക്കിയാണ് ആ മുടുക്കുവഴി നമ്മളുടെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇത്രയും അധികം സാധനം ഉള്ളതുകൊണ്ട് തന്നെ അമ്മാമ്മയും ഞാനും അമ്മയും കൂടെയാണ് തൂക്കിക്കൊണ്ട് പോയത്. അപ്പോൾ നമ്മൾ പതുക്കെയാണ് പോയത്. അത്രത്തോളം വെയിറ്റ് ഉണ്ടായിരുന്നു. അമ്മമ്മ ഇങ്ങനെ തൂക്കിക്കൊണ്ട് പോയപ്പം നല്ല ഭാരമുള്ളതായിട്ട് തോന്നിയോണ്ട് തന്നെ ആ ഒരു ഓറഞ്ച് കവർ ഞാനാണ് എടുത്തത്. പിന്നീട് മാമിയും വന്ന് സഹായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.